നേപ്പാളിലെ പ്രക്ഷോഭകർ ചെറുതായിട്ട് അയഞ്ഞു തുടങ്ങി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളിന്റെ ചാർജിൽ ഇപ്പോൾ നേപ്പാൾ പോകുമെന്ന് പറയുന്നു. എന്താണ് ബി പി ഇപ്പൊ നേപ്പാളിലെ പുതിയ അവസ്ഥ? SK 2-3 ദിവസത്തെ വലിയ പ്രക്ഷോഭത്തിന് ശേഷം നേപ്പാൾ ശാന്തതയിലേക്ക് എത്തുകയാണ്. അവിടെ പ്രക്ഷോഭം ഏതാണ്ട് അയയുന്ന അവസ്ഥയിലാണ്. എന്ന് മാത്രമല്ല, അവിടുത്തെ സൈന്യം, നേപ്പാളിലെ സൈന്യം സുരക്ഷാ ചുമതല ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, എല്ലായിടത്തും അതിൻ്റെ വിഷ്വൽസ് വരുന്നതിൽ പട്ടാളം സിറ്റിയിൽ മുഴുവൻ റോന്ത് ചുറ്റുന്നതിൻ്റെയും അവർ കാവൽ നിൽക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ വരുന്നുണ്ട്. പ്രക്ഷോഭങ്ങൾ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ചില ഭാഗത്ത് കൊള്ളയടിക്കാനും ഭവനഭേദനത്തിനൊക്കെ ശ്രമിക്കുന്നവരെ പിടികൂടി അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷ്വൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ കൊള്ളിവെപ്പും നടത്താനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടുത്തെ അശോക് രാജ് സിഗ്ഗൽ എന്ന സൈന്യാധിപൻ ഈ ജനറേഷൻ സെറ്റിൻ്റെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ആരായിരിക്കണം ഇടക്കാല പ്രധാനമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. SK ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീൽ ഖാർക്കിയുടെ പേരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ബാലൻ ഷാ എന്ന അവിടുത്തെ പ്രധാനപ്പെട്ട മേയർ കാഠ്മണ്ഡുവിലെ, അദ്ദേഹം വളരെ ജനകീയനാണ്. അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ മുൻ ചീഫ് ജസ്റ്റിസിന് പിന്തുണ പ്രഖ്യാപിച്ച് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻ ചീഫ് ജസ്റ്റിസ് സുശീൽ ഖാർക്കി തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് വരാനാണ് സാധ്യത. നമ്മൾ ഓർക്കുന്നുണ്ടാവും SK ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ പ്രക്ഷോഭത്തിനൊടുവിൽ മുഹമ്മദ് യൂനസ് എന്ന നൊബേൽ സമ്മാന ജേതാവാണ് ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് വന്ന് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ശ്രീലങ്കയിലും അതുപോലെ വിക്രം സിംഗെ വന്നൊരു ഇതുണ്ടായി. അതിന് മുൻപുണ്ടായിരുന്ന രാജപാക്സമാർക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. അപ്പം ഇതിനിടയിൽ നേപ്പാളിലെ ഈ പ്രക്ഷോഭങ്ങളൊക്കെ രൂക്ഷമായി, ജനാധിപത്യത്തിനെതിരായി അവിടെ വലിയ അഴിമതിയും കൊള്ളയും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ ദൂർത്തടിച്ച് നടക്കുകയും ചെയ്യുന്നതിനെതിരെ ആയിട്ടുള്ളൊരു പ്രക്ഷോഭമായിട്ടാണ് വന്നത്. അതിനെതിരെയുള്ള വിമർശനങ്ങളുടെ പേരിൽ 26 സാമൂഹ്യ മാധ്യമങ്ങൾ അടച്ചുപൂട്ടിയതിനെതിരെയാണ് വലിയ പ്രക്ഷോഭം. അതൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞു. ഇന്റർനാഷണൽ എയർപോർട്ട്, ത്രിഭുവൻ എയർപോർട്ട് തുറന്നു. ആൾക്കാർ യാത്ര ചെയ്തു തുടങ്ങി. വിമാനത്താവളങ്ങളൊക്കെ തുറക്കുകയാണ്. നേപ്പാൾ സാധാരണ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനിടയിൽ SK ഈ നേപ്പാൾ മോഡലിൽ വലിയൊരു പ്രക്ഷോഭം ഫ്രാൻസിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഫ്രാൻസിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമാണ്. അവരിതുപോലെ തന്നെ ഒരു മില്ലിനിയൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രായത്തിൽപ്പെട്ടവരുടെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ പോലീസും സ്റ്റുഡൻസും ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്, ചെറുപ്പക്കാരായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ അതിനിടയിൽ രാജിവെച്ച പ്രധാനമന്ത്രിക്ക് പകരം പുതിയൊരു പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 5 പ്രധാനമന്ത്രിമാരാണ് ഫ്രാൻസിൽ വന്നത്. പ്രസിഡന്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു, പ്രശ്നം തീരുന്നില്ല. ഫ്രാൻസിന് ഉള്ള അവിടെയും അഴിമതിയുടെയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെയും പേരിലാണ് ഫ്രാൻസിലും നേപ്പാൾ മോഡൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. SK ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ കാണാം, തൃക്കാക്കരയിലെ വേദിയിൽ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.